ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള പൈപ്പിംഗ് ബാഗും നോസിലും ഒക്കെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ എപ്പോഴും കളയുന്ന രണ്ട് സാധനം വെച്ചിട്ട് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ കേക്ക് തയ്യാറാക്കാതിരിക്കേണ്ട, നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലിത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈപ്പിംഗ് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആകെ ഒരു കവറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും വീട്ടിൽ സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലെയുള്ള ഒരു കവർ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ടൈപ്പിലുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കവറിന് ഇപ്പോൾ നല്ല വീർത്തുണ്ടായിരിക്കും. ആ ഒരു സമയം നമുക്കിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു പെൻസില് വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രണ്ട് പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാം കേട്ടോ. ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഷേപ്പ് ഇതാ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള ആ ഒരു കവറില്ല, അതിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കവർ വെച്ചിട്ട് ടോട്ടലായിട്ട് 4 പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു കവർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 4 പൈപ്പിംഗ് ബാഗ് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 4 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സീൽ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു പീസ് പേപ്പറാണ് കേട്ടോ. ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കവർ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് അതങ്ങനെ നിവർത്തി വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ആകെ ഒരു സൈഡ് മാത്രം ഒന്ന് സീൽ ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് നമ്മൾ ഒരു സ്റ്റാൻഡിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഒട്ടിക്കേണ്ട ആ ഒരു സൈഡിൽ കറക്റ്റായിട്ട് അതൊന്ന് അതിൽ ഒരു സൈഡിലേക്കായിട്ടൊന്ന് നീക്കി വെക്കാം കേട്ടോ. സെൻറ്ററിലേക്കൊന്നും വെക്കരുത്, അതിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അയൺ ബോക്സ് ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാട് നല്ല ചൂടിൽ വെച്ചിട്ട് കുറേ സമയം വെക്കൊന്നും വേണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആ ഒരു കവർ സീലായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ചൂടിൽ വെച്ചിട്ട് അയൺ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറി പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഒരു കവർ നമുക്ക് സീലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്രീമൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പുറത്ത് പോവില്ല. നമുക്കത് നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് നല്ല പോലെ തന്നെ സീലായിട്ടുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു പേപ്പർ വെച്ചിട്ട് സീലാവാത്ത സൈഡ് ഉണ്ടാവുമല്ലോ, അവിടെ വീണ്ടും അയൺ ബോക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ സീലായിട്ട് വന്നോളും. അപ്പോൾ ഞാനിത് അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു സൈഡൊന്ന് മുറിച്ച് മാറ്റുവാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് തന്നെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ല, നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പമാണ്, നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പുറത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന പൈപ്പിംഗ് ബാഗിൻ്റെ അതേപോലെ തന്നെയാണ് ഇത് കാണാനായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ബാക്കിയുള്ള 4 എണ്ണം കൂടെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സൈഡ് കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, നല്ലൊരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതേപോലെ റെഡി ആക്കിയിട്ട് പിന്നെ നമ്മൾ കേക്കിൻ്റെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ക്രീം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോസിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നോസിൽ ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കപ്പ് കേക്കിലോ ഒക്കെ നിങ്ങൾ എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വരച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് വെച്ചിട്ട് നോക്കാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ആ 0 കോസ്റ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി കേക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോസിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതും ഞാൻ നമ്മളെപ്പോഴും കളയുന്ന ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്ന് കേട്ടോ, ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്താൽ മതി. അപ്പോൾ എന്നാൽ കുറച്ചൊന്ന് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഇത്രയും പോർഷനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എത്രയാണോ വേണ്ടത്, ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 3 പീസാക്കിയിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ 3 പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോസിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് സ്ക്വയറിലല്ല, ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് കേട്ടോ പീസ് ഇരിക്കുന്നത്. അതായത് വീതി കുറവാണ്, നീളം കൂടുതലാണുള്ളത്. ഇനി നമുക്കിത് നോസിലിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടൊന്ന് മടക്കി എടുക്കണം. അപ്പോൾ മടക്കി എടുക്കുന്ന സമയത്ത് ലൂസാവാതെ നല്ല ടൈറ്റിൽ തന്നെ നിങ്ങളുടെ കൈ ഒന്ന് ഒരു വിരൽ നമ്മളിതുപോലെ ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് മടക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പുറത്ത് വരുന്ന ഈ ഒരു പോർഷന് നമുക്ക് ഒരു സെല്ലോ ടോപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ടൈറ്റിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ഒരു പീസ് ടാപ്പ് കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറേ കാലം തന്നെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ ഞാൻ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 പീസ് കൂടെ ഞാൻ ഇത് അതുപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നോസിലാക്കിയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കത്രിക വെച്ചിട്ട് ഈ ഒരു കോർണർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, നമ്മളങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്കിത് കറക്റ്റ് ആ ഒരു റൗണ്ടിൽ കിട്ടും. പിന്നെ ഇതുപോലെ സൈഡിലൊക്കെ ആ ഒരു ടേപ്പോ അങ്ങനെ എന്തെങ്കിലും പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് കത്രിക വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു നോസിലാണ് ഞാനിപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേറെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർ നോസിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിത് കറക്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് എക്സ്ട്രാ വരുന്ന ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിൽക്കുന്നതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റ് സ്റ്റാർ നോസിൻ്റെ ഷേപ്പിലായിട്ട് ഇത് കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഏത് വേണമെങ്കിലും ഷേപ്പിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു സ്റ്റാർ നോസിൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ ഇതാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് റൗണ്ടിൽ മുറിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ നോസിലിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, കറക്റ്റായിട്ട് ഞാൻ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് നമുക്ക് വേറൊരു നോസിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ലീഫാണ് കേട്ടോ നോക്കുന്നത് ഇപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്തതിന് പകരം ജസ്റ്റ് ഒന്ന് കയറ്റി റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിതുപോലെ ഒന്ന് കയറ്റിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ക്രീം വെച്ച് ചെയ്ത സമയത്ത് കറക്റ്റായിട്ടുള്ള നല്ലൊരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള വേറൊരു ലീഫിൻ്റെ നോസിലും ഇതും കാണിച്ചു തരാം. കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി കിട്ടും. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു 3 എണ്ണമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.